നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചില താരങ്ങൾ പിറക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് മുട്ടടയിൽ വൈഷ്ണവ് സുരേഷ്. മുട്ടടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിക്കുമ്പോൾ അവിടെ തോറ്റമ്പുന്നത് LDFും തിരുവനന്തപുരത്തെ LDFിൻ്റെ നെറുകെട്ട കളികളുമാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതു സംബന്ധിച്ച നിർണായക തീരുമാനമെടുത്തതോടെ CPM അടപടലം വെട്ടിൽ. ഇപ്പോഴിതാ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങളോട് എങ്ങനെ വിശദീകരിക്കണമെന്നറിയാതെ കുഴയുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരം CPMും BJPയും തമ്മിലാണ്. എങ്കിലും ഇപ്പോൾ UDF സജീവധാരയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അതാവട്ടെ ഒരു CPM മണ്ടത്തരത്തിലും. വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി റദ്ദാക്കിയതോടെ മുട്ടടയിൽ വൈഷ്ണയ്ക്ക് മത്സരിക്കാനുള്ള കളമൊരുങ്ങി. തിരുവനന്തപുരം നഗരസഭയിൽ തിളങ്ങി നിൽക്കുകയാണ് വൈഷ്ണവ് സുരേഷ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ KPCC ഓഫീസിൽ വൈഷ്ണവ് സുരേഷ് എത്തുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ നീണ്ട ഇടി. വൈഷ്ണയുടെ പേര് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ 27-ാം വാർഡ് മുട്ടട പാർട്ട് നമ്പർ 5-ലെ വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടു. ഈ ഉത്തരവിന് പിന്നാലെ അട്ടിമറിക്ക് പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും എന്ന സൂചനയും പുറത്തുവരുന്നു. ഇന്ന് തന്നെ വൈഷ്ണയുടെ പേര് പുനഃസ്ഥാപിച്ച് കമ്മീഷനെ അറിയിക്കണമെന്നും കോർപ്പറേഷൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. 2 ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിന്റെ ഹൈക്കോടതി ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നു. വോട്ടർ പട്ടികയിൽ വൈഷ്ണവ് സുരേഷിന്റെ പേര് ഒഴിവാക്കിയ നടപടിയിൽ ശക്തമായ ഉത്തരവാണ് ഹൈക്കോടതി നൽകിയത്. വീണ്ടും ഹിയറിംഗ് നടത്തണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ഉത്തരവിട്ടു. മത്സരിക്കാനുള്ള അവകാശം കേവലം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഇല്ലാതാക്കരുത് എന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ്. 19-ാം തീയതിക്ക് മുൻപ് ഹിയറിംഗ് നടത്തി തീരുമാനമെടുക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക വോട്ടർ പട്ടികയിലും അന്തിമ പട്ടികയിലും പേരുണ്ടായിരുന്നുവെന്നാണ് വൈഷ്ണയുടെ അഭിഭാഷകൻ വാദിച്ചത്. ഇത് കോടതി ശരിവച്ചു. ഇതിനിടയിൽ ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറി പരാതി നൽകുന്നു. ഇതിനൊപ്പം ഒരു രേഖയും ബ്രാഞ്ച് സെക്രട്ടറി ഹാജരാക്കുന്നില്ല. തുടർന്നാണ് വൈഷ്ണയെ ഹിയറിംഗിന് വിളിപ്പിച്ചു. എന്നാൽ പരാതിക്കാരൻ ഹാജരായില്ല. പരാതിക്ക് അടിസ്ഥാനമായ രേഖകൾ പോലും ഹാജരാക്കിയില്ല. തന്റെ വോട്ടർ ID കാർഡ്, പാസ്പോർട്ട്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയിലൊക്കെ ഒരേ മേൽവിലാസമാണെന്നും വൈഷ്ണ ഹിയറിംഗിൽ പറഞ്ഞു. എന്നിട്ടും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കുകയാണ് ചെയ്തത്. ഇവിടെയാണ് എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയത് എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പ്രശ്നത്തിൽ ശക്തമായി ഇടപെട്ടു. നിയമവിരുദ്ധമായി ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ സ്വീകരിച്ച നടപടികൾ തെറ്റാണ് എന്ന് ഹിയറിംഗിലൂടെ തെളിയിക്കാനായതാണ് വൈഷ്ണയ്ക്ക് തുണയായത്. വൈഷ്ണയുടെ വാദങ്ങൾ കേൾക്കാതെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കാൻ ഏകപക്ഷീയ തീരുമാനമാണ് എടുത്തത് എന്ന് കമ്മീഷന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ചുരുക്കത്തിൽ വൈഷ്ണയെ മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നു നടന്നത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഹിയറിംഗിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ കള്ളത്തരങ്ങളും ഏകപക്ഷീയമായ നടപടികളും ഒന്നൊന്നായി പൊളിഞ്ഞടുങ്ങി. വീട്ടു നമ്പറിലെ 3 എന്നത് തെറ്റായി 18 എന്ന് രേഖപ്പെടുത്തിയതാണ് എന്ന് വൈഷ്ണയുടെ വാക്കുകൾ അംഗീകരിക്കാൻ ഉദ്യോഗസ്ഥർ അന്ന് തയ്യാറായിരുന്നു എങ്കിൽ ഈ നാണക്കേട് ഒഴിവാക്കാമായിരുന്നു. മാത്രവുമല്ല, മുട്ടടയിലുള്ള വൈഷ്ണയുടെ ഏകപക്ഷീയ മുന്നേറ്റം അവർക്ക് അന്നേ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. വൈഷ്ണയുടെ വോട്ടുമായി ബന്ധപ്പെട്ട് കെട്ടിട നമ്പറിലെ ഒരു പിഴവ് ചൂണ്ടിക്കാട്ടി CPM പ്രവർത്തകനായ ധനേഷ് കുമാറാണ് ഒരു പരാതി നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നവംബർ 12 രാവിലെ 11 മണിക്കൊരു ഹിയറിംഗ്. പരാതിക്കാരനെത്തി രേഖകൾ ഹാജരാക്കാതിരുന്നപ്പോൾ തന്നെ ആക്ഷേപം തള്ളിക്കളയേണ്ടതാണ്. വൈഷ്ണയുടെ അസാന്നിധ്യത്തിൽ പരാതിക്കാരൻ നൽകിയ മൊഴി ഹിയറിംഗിന്റെ ഭാഗമായി ഒരു കാരണവശാലും സ്വീകരിക്കാൻ കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. പരാതിക്കാരന്റെ വൈഷ്ണയുടെ അഭാവത്തിലുള്ള മൊഴി സ്വീകരിച്ച് തൊട്ടടുത്ത ദിവസം വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക, ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. ഹിയറിംഗിൽ വൈഷ്ണ ഹാജരാക്കിയ രേഖകൾ പരിഗണിക്കാൻ ഇലക്ട്രൽ ഓഫീസർ തയ്യാറായില്ല എന്നും കമ്മീഷൻ വിലയിരുത്തി. നവംബർ 12 നടത്തിയ ഹിയറിംഗിൽ കെട്ടിട നമ്പർ സംബന്ധിച്ച് വൈഷ്ണ നൽകിയ സത്യവാങ്മൂലം പരിഗണിച്ചില്ല. എന്നാൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഹിയറിംഗിൽ വൈഷ്ണ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇതോടെ ഉദ്യോഗസ്ഥരുടെ വാദങ്ങൾ പൊളിഞ്ഞടുങ്ങി കള്ളത്തരം ഒന്നൊന്നായി ദിലം പൊത്തി. വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത്. വൈഷ്ണ എന്ന മിടുമിടുക്കിയായ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് വെട്ടാൻ LDFും CPMും നടത്തിയ രാഷ്ട്രീയ കുതന്ത്രം. 18/564 എന്ന കെട്ടിട നമ്പറാണ് വൈഷ്ണ അപേക്ഷയിൽ രേഖപ്പെടുത്തിയത്. എന്നാൽ യഥാർത്ഥ കെട്ടിട നമ്പർ 3/564.
ഇതെങ്ങനെ തെറ്റിപ്പോയി എന്നും വൈഷ്ണ കൃത്യമായി വിവരിക്കുന്നുണ്ട്. ഇത് തന്റെ ഭാഗത്ത് വന്ന തെറ്റല്ല എന്ന വൈഷ്ണയുടെ അവകാശവാദം പൂർണ്ണമായി ശരിയാണ്. വോട്ട് നീക്കൽ പരാതി വന്നപ്പോൾ ഹിയറിംഗിൽ മുട്ടടയിലെ സുധാഭവൻ എന്ന വീടിന്റെ വിലാസം വൈഷ്ണ ഹാജരാക്കി. എന്നാൽ ഇത് പരിഗണിക്കാതെ ഫോം 4 രേഖപ്പെടുത്തിയ തെറ്റായ TC നമ്പർ പരിഗണിച്ചു. അങ്ങനെ വൈഷ്ണയുടെ പേര് ഒഴിവാക്കി. പഴയ വാർഡിന്റെ നമ്പർ രേഖപ്പെടുത്തിയതാണ് തെറ്റുവന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ UDF സ്ഥാനാർത്ഥിയായ വൈഷ്ണയുടെ പേര് വെട്ടാൻ ഒരു കൂട്ടം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന നിയമലംഘനങ്ങൾ ഒന്നൊന്നായി എടുത്തു കാട്ടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വൈഷ്ണയുടെ വോട്ട് പുനഃസ്ഥാപിച്ച ഉത്തരവിലാണിതുള്ളത്. വൈഷ്ണ മുട്ടട വാർഡിൽ താമസമില്ല എന്നതായിരുന്നു പരാതിയിൽ പറഞ്ഞത്. കോർപ്പറേഷനിൽ നടന്ന ഹിയറിംഗിൽ ഫോട്ടോ പതിച്ച വോട്ടർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാസ്പോർട്ട്, ബാങ്ക് പാസ്ബുക്ക് എന്നീ രേഖകളെല്ലാമുള്ള സുധാഭവൻ TC 3/564 എന്ന നമ്പറിലുള്ള വിശദമായ വിലാസം സഹിതമാണ് വൈഷ്ണ ഹിയറിംഗിനെത്തിയത്. 564 എന്നത് വർഷങ്ങൾക്ക് മുൻപ് മുട്ടട 3ാം വാർഡ് ആയിരിക്കുമ്പോഴുള്ള വീട്ടു നമ്പറായിരുന്നു. ഇത് പിന്നീട് 18ാം വാർഡായി. വാർഡിനൊപ്പം വീട്ടു നമ്പർ മാറുമെന്നത് ശ്രദ്ധിക്കാതെ 18/564 എന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് ഉപയോഗിച്ചാണ് വോട്ട് മാറ്റിയത്. വൈഷ്ണ രേഖപ്പെടുത്തിയ 18/564 എന്ന നമ്പർ മാത്രമെടുത്ത് ഇപ്പോൾ ഈ നമ്പറിലുള്ള വീട്ടിൽ പോയി അവർ പരിശോധന നടത്തി. ഇത് മറ്റൊരാളുടെ വിലാസമെന്ന് കണ്ടെത്തുന്നു. വൈഷ്ണയെ അങ്ങനെ പുറത്താക്കി. ഹിയറിംഗ് ഉദ്യോഗസ്ഥനായ സൂപ്രണ്ട് GR പ്രതാപചന്ദ്രനും അന്വേഷണ ഉദ്യോഗസ്ഥനായ ബിൽ കളക്ടർ GM കാർത്തികയും ചേർന്നാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. എന്നാൽ വീട്ടു നമ്പരും റെസിഡൻസ് അസോസിയേഷൻ നമ്പറും അടങ്ങിയ കൃത്യമായ മേൽവിലാസമുണ്ടായിരുന്നിട്ടും ഉദ്യോഗസ്ഥർ വീട്ടു നമ്പർ മാത്രമെടുത്തു. നവംബർ 12 നടന്ന ഹിയറിംഗിൽ പരാതിക്കാരനെ ഹാജരായില്ല. 18ാം വാർഡായി മാറ്റിയപ്പോൾ വീട്ടു നമ്പർ 18/2365 മാറിയിരുന്നു. ഇത് പരിഗണിക്കാതെയാണ് 18/564 എന്ന് കെട്ടിടം തപ്പി ഉദ്യോഗസ്ഥർ പോയത്. എന്തൊരു നാണക്കേട്! 2025 സെപ്റ്റംബറിലും ഒക്ടോബറിലുമൊക്കെ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരുണ്ട്. എന്നാൽ നവംബർ 13 വൈഷ്ണയുടെ പേര് ഒഴിവാക്കിയത്. വൈഷ്ണ മുട്ടടി വാർഡിൽ താമസിക്കുന്നില്ല എന്ന പരാതി മാത്രമാണ് പരാതിക്കാരൻ ഉന്നയിച്ചത്. വൈഷ്ണ ഹാജരാക്കിയ രേഖകളൊക്കെ കമ്മീഷൻ പരിശോധിച്ചു. വൈഷ്ണ TC നമ്പർ 3/564 സുധാഭവൻ PRA 65 മുട്ടട PO തിരുവനന്തപുരം 695-025 എന്ന വിലാസത്തിലെ താമസക്കാരിയാണ് എന്ന് കമ്മീഷനും വ്യക്തമായി. 18ാം വാർഡായപ്പോൾ പഴയ വീട്ടു നമ്പർ 564 എഴുതിപ്പോയി. പുതിയ വീട്ടു നമ്പർ 18/2365 എന്നാണെന്നത് അത് പിന്നീടാണ് താൻ മനസ്സിലാക്കിയതെന്ന് വൈഷ്ണ പറഞ്ഞു. ഒരു പ്രദേശത്തെ സാധാരണ താമസക്കാരാണെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാൻ അർഹരാണ്. ഇതിന് തദ്ദേശ സ്ഥാപനം നൽകുന്ന വീട്ടു നമ്പറോ ഉടമസ്ഥാവകാശമോ വാടക കരാറോ ഒന്നും ആവശ്യമില്ല. ഇതിന്റെ അന്തസത്ത വോട്ട് നീക്കിയപ്പോൾ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഉൾക്കൊണ്ടില്ല എന്ന് കമ്മീഷൻ പറയുന്നു. എന്തായാലും കുറേയേറെ ദിവസങ്ങൾ നീണ്ട പിരിമുറുക്കം, ഒടുവിൽ എല്ലാം അയഞ്ഞ ആഹ്ലാദത്തിന്റെ ദിവസമാണ് വൈഷ്ണ സുരേഷിന്. കുറവങ്കോണത്തെ UDF ഓഫീസ് ഇന്നലെ ഉത്സവ അന്തരീക്ഷത്തിലായിരുന്നു. മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് വിജയിച്ചു എന്ന തലത്തിലാണിപ്പോൾ UDF. കുറവങ്കോടൻ ജംഗ്ഷനിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യാനെത്തിയ കോൺഗ്രസ് നേതാവ് ചെന്നിത്തല വൈഷ്ണയെ ഷാളണിയിച്ച് സ്വീകരിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസമായി പ്രചരണ പരിപാടികളിൽ നിന്നുപോലും വിട്ടുനിൽക്കുകയായിരുന്നു വൈഷ്ണ സുരേഷ്. ഇപ്പോൾ സജീവ സാന്നിധ്യമായി. ഇന്ന് രാവിലെ KPCC ഓഫീസിലെത്തിയ വൈഷ്ണയ്ക്ക് വലിയ സ്വീകരണമാണ് അവിടെ നൽകിയത്. കോർപ്പറേഷൻ ഇലക്ടറൽ ഓഫീസറും അഡീഷണൽ സെക്രട്ടറിയുമായി V സജികുമാറിനെതിരെ രൂക്ഷ വിമർശനമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ A ഷാജഹാന്റെ ഉത്തരവിലൂടെയുള്ളത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കമ്മീഷൻ ഇത് പരിശോധിച്ചത്. സ്ഥാനാർത്ഥിയായി വൈഷ്ണ സുരേഷ് തിരുവനന്തപുരത്തേക്ക് കടന്നു വന്നപ്പോൾ എതിർപ്പാളയത്തെ പോലും ഞെട്ടിച്ചിരുന്നു. വലിയ കഴിവുള്ള ഒരു ചെറുപ്പക്കാരിയായ സ്ഥാനാർത്ഥി, നല്ല വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയുള്ള വൈഷ്ണ സുരേഷ് ഇപ്പോഴിതാ ഇരട്ടി ശക്തിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മത്സരാർത്ഥിയായി കടന്നു വരുമ്പോൾ മുട്ടട വാർഡ് തനിക്ക് നഷ്ടപ്പെട്ടു എന്ന നിലയിലായി LDF സ്ഥാനാർത്ഥി. വൈഷ്ണ സുരേഷിന് തന്റെ വാർഡിൽ വന്ന അനുകൂല തരംഗം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് NDA സ്ഥാനാർത്ഥി. മുട്ടടയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന വൈഷ്ണ സുരേഷിന് അരികിലേക്ക് NDA സ്ഥാനാർത്ഥി കടന്നുവന്ന് ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞു. ഈ കുട്ടിക്ക് വന്ന വിഷമം അതിനനുകൂലമായിട്ടുണ്ട്, ദൈവമുണ്ടെന്നും അജയ്കുമാർ പറയുന്നു. ഞാൻ എതിർത്ത് തന്നെ മത്സരിക്കും എന്ന് പറഞ്ഞ അജയ്കുമാറിന്റെ കാലിൽ തൊട്ട് വൈഷ്ണ അനുഗ്രഹം വാങ്ങി. ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയാണ്, നിങ്ങൾക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, എങ്കിലും ഓൾ ദ ബെസ്റ്റ്, ഏതായാലും നന്നായി വരട്ടെ എന്നായിരുന്നു അജയ്കുമാർ വൈഷ്ണയോട് പറഞ്ഞത്. വൈഷ്ണയ്ക്ക് അരികിലേക്ക് എത്തിയ അജയ്കുമാർ വൈഷ്ണയെ അനുഗ്രഹിച്ചപ്പോൾ ആ കാലിൽ തൊട്ട് വൈഷ്ണ അനുഗ്രഹം വാങ്ങി. ഇന്നലെ താൻ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു. പക്ഷെ അയാൾ തിരിച്ചു പറഞ്ഞില്ല. ഞാൻ തിരിച്ചു ചോദിച്ചു, എല്ലാവർക്കും ജയിക്കാൻ ഒക്കില്ലല്ലോ,
ഈ കുട്ടിക്ക് വന്ന വിഷമം അതിനനുകൂലമായിട്ടുണ്ട്. ദൈവമുണ്ട്. ഞാൻ എതിർത്ത് തന്നെ മത്സരിക്കുമെന്നും അജയ്കുമാർ പറയുന്നു. NDA സ്ഥാനാർത്ഥിയുടെ വിശാല മനസ്സ്, വാർഡിലെ വോട്ടർമാരുടെ മനം ഉൾക്കൊണ്ട് തന്നെ എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇരട്ടി ശക്തിയിൽ വൈഷ്ണവ് സുരേഷ് പ്രചരണം തുടങ്ങി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.